SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാന്തപുരം എന്തു പറഞ്ഞാലും സമുദായത്തിന് വേണ്ടി ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. സംഘടിത സമുദായങ്ങൾ വളർന്നു പന്തലിച്ചപ്പോൾ ഈഴവ സമുദായം താഴേക്ക് പോയെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്, വളരെ മുൻപ് തന്നെ അദ്ദേഹം ഈ ഒരു പ്രശ്നം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് സർക്കാരാകട്ടെ പ്രതിപക്ഷമാകട്ടെ മുസ്ലിം സമുദായത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു. മറ്റ് സമുദായങ്ങളെ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളെ എപ്പോഴും അവഗണിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ സംസ്ഥാനത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് സ്ഥാനമാനങ്ങളൊന്നും തന്നെ വേണ്ട, തൻ്റെ മുന്നിൽ അധികാരത്തിൻ്റെ കസേര ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. സത്യം എവിടെ വേണമെങ്കിലും താൻ തുറന്നു പറയും, അതിനുള്ള ധൈര്യം തനിക്കുണ്ട്. കോലം മാത്രമല്ല, തന്നെ കത്തിച്ചാലും സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണല്ലേ? ദേവിക, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതിനെക്കാട്ടിൽ രൂക്ഷമായ ഭാഷയിൽ ഇന്നിപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. ഇന്നലെ കോട്ടയത്തെ പ്രസംഗം തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ 30 വർഷം തികയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശം വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ കൂടി നൽകുകയാണ്. അദ്ദേഹം നൽകുന്ന സന്ദേശം എന്നത് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെപ്പറ്റിയാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. കാന്തപുരം പോലെയുള്ള മതനേതാക്കൾ, മുസ്ലിം മതനേതാക്കൾക്ക് അടിയറവ് വയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശീർവാദത്തോടു കൂടി അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സർക്കാരോ അതല്ലെങ്കിൽ മുന്നണികളോ, പ്രധാനപ്പെട്ട 2 മുന്നണികളുടെയും ഒരു പൊതു സ്വഭാവമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് SNDP ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് വോട്ട് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അടിയറവ് പറഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരുകൾ. അവർ എല്ലാ കാലഘട്ടങ്ങളിലും കൃത്യമായി മതവും അതല്ലെങ്കിൽ മറ്റ് വോട്ട് ബാങ്കിൻ്റെ സ്വഭാവവും എല്ലാം തുറന്നു പറയും. എന്നാൽ ഈഴവ സമുദായമോ മറ്റേതെങ്കിലും ഹൈന്ദവ സമൂഹമോ ഈ രീതിയിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുനിന്ദ എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം മാറി മറിയുന്നു. ഇവിടെ ഭൂരിപക്ഷമായിരുന്ന സമൂഹം ഇപ്പോൾ ന്യൂനപക്ഷമാകുകയും ന്യൂനപക്ഷം ഭൂരിപക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല